ഹലോ എവ്രി വൺ വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒത്തിരി ഒന്നും പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണിക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കും ഒത്തിരി പണിയാണ്, ഇത്ര മെനക്കെടുന്ന ആരാ, അപ്പോൾ അതെന്നല്ല നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം. പക്ഷേ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇന്ന് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത്. 1/2 kg ഞാനാണ് ചിക്കൻ എടുത്ത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം 1/2 ടീസ്പൂൺ. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് സമയം ഉണ്ടെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലും സെറ്റ് ആവാനായിട്ട് വയ്ക്കുക. സമയമില്ലെങ്കിൽ കുഴപ്പമില്ല, 15 ഒരു അരമണിക്കൂറത്തേക്കാണെങ്കിലും വെച്ചാൽ മതി കേട്ടോ. 15 മിനിറ്റത്തേക്കോ അല്ലെങ്കിൽ അരമണിക്കൂർ അത്ര നേരം വെച്ചാലും മതി. ഞാനൊരിപ്പോൾ ഒരു 4 മണിക്കൂറത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമുക്ക് 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ എടുക്കാം. അത് എണ്ണ ഒഴിച്ച് അധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു 5 സവാള, ഇച്ചിരി വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രഷർ കുക്കർ ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിൽ എന്താ, നമുക്കാണെങ്കിൽ സെയിം റെസിപ്പി അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. നമുക്കൊന്നും അധികം മെനക്കെടൊന്നുമില്ല, അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സവാളയൊക്കെ വറുത്ത് കോരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്കിത് ഇതുപോലെ ഒരു കളറായി കഴിയുമ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ ഒത്തിരി ഡാർക്ക് കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒത്തിരിയും കറുപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത്ര ആകുമ്പോൾ അങ്ങ് നമുക്കൊന്ന് മാറ്റാം, വേറെ പ്ലേറ്റിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അതിൻ്റെ ചൂടും കൂടെ തന്നെ ഇച്ചിരി ഡാർക്കിഷ് കളർ വരും കേട്ടോ. ഈ നമുക്ക് എണ്ണ അധികം ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ, അല്ല പാകത്തിനുള്ള എണ്ണയുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ അത് നെയ്യും ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക 1 ടീസ്പൂൺ. നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിന് ശേഷം നമുക്കാണെങ്കിൽ ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട, ബേ ലീവ്സ് ഇത്രയും സാധനം നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ബാക്കി സവാള വെച്ചിരുന്നില്ല, അതും നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആണെങ്കിൽ നമുക്ക് വഴറ്റിയൊന്നും എടുക്കണം. അതിനകത്ത് നമുക്കാണെങ്കിൽ 5-6 പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ട് ചതച്ച് ഇഞ്ചിയും 2 ഇഞ്ചിൻ്റെ അത്രയും കഷ്ണം ഇഞ്ചിയും എടുത്ത് ചതച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അകത്തോട്ട് നേരെ എടുക്കാം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് സോത്തെ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അകത്ത് ഒരു തക്കാളിയും കൂടെ ചെറുതായി അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കണം. തക്കാളി ഒത്തിരി ഇടാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി പുളി വരും. നമ്മൾ തൈരും അകത്ത് ആഡ് ചെയ്തേക്കുന്നില്ലേ, അത് കാരണം കൊണ്ട് തക്കാളിയുടെ ക്വാണ്ടിറ്റി നമുക്ക് ഒരെണ്ണം വെച്ചാൽ മതി. അപ്പോൾ അതും കൂടെ അകത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സാണ് കപ്പാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ തന്നെ വേണം നമുക്ക് വെള്ളം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ബാസ്മതി റൈസ് ഒന്നും കഴുകി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുതിർത്തിയും വെക്കേണ്ട, അപ്പം തന്നെ നമുക്ക് കഴുകി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ അത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കാണെങ്കിൽ തക്കാളിയിൽ വെന്ത് ഉടഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് മസാല ആഡ് എടുക്കാം. 1 ടീസ്പൂൺ ഇനി നമുക്ക് അകത്താണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് നമുക്ക് കൊടുക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു പിടി ഞാനാണെങ്കിൽ മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് മിക്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അകത്തോട്ട് നേടി എടുക്കാം. നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോത്തെ ചെയ്തെടുക്കാനായിട്ട്. മസാല ഒന്ന് കരിഞ്ഞ് പോകാതെ സൂക്ഷിക്കണേ. അതിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാലയും കൂടെ 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ആണെങ്കിൽ ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഇല്ല, നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ സോത്തെ ചെയ്തെടുക്കാം. അത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കരിഞ്ഞൊന്നും പോവാതെ അടിക്കൊന്നും പിടിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് കണ്ട നന്നായിട്ട് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റിൻ്റെ സമയത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ. അത്ര നേരം കൊണ്ട് നന്നായിട്ട് വഴണ്ടത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും പാകത്തിന്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മസാലയൊക്കെ മൂത്ത് നിങ്ങൾക്ക് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നന്നായിട്ട് കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞതേ കണ്ട, അതിൻ്റെ കളറൊക്കെ ഇച്ചിരി ഡാർക്കിഷ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഏത് കപ്പിനെ നമ്മൾ അരി എടുത്തേക്കെന്ന് വെച്ചാൽ ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം. ഈ കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 1 കപ്പ് വെള്ളം നമുക്ക് അകത്തോട്ട് ആഡ് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് അടച്ചാണെങ്കിൽ നമുക്ക് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലതായിട്ട് എയറൊക്കെ പോയതിന് ശേഷമേ കുക്കർ തുറക്കാവുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ചെന്ന് നമുക്കൊന്ന് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ചിക്കനൊക്കെയാണെങ്കിൽ മുഴുവൻ വെന്തിട്ടില്ല, ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി മുഴുവൻ വേവാൻ ബാക്കിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സവാള വറുത്ത് വെച്ചേക്കുന്നില്ല, അതിൻ്റെ പകുതി അല്ല ഒരു 3/4 ഭാഗത്തോളം ഇട്ടോ. പിന്നെ മേളിലത്തെ ലെയറിന് വേണ്ടി മാത്രം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ അതേ ഒരു 3/4 ഭാഗത്തോളം സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചേക്കാം, അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് കൊടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ.
അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ഇതിനകത്താണെങ്കിൽ ഞാൻ ഇനി അരി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരി കഴുകി വെച്ചിരുന്നില്ലേ വെള്ളമൊക്കെ കളഞ്ഞിട്ട്, അപ്പോൾ അത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ നല്ലതായിട്ട് ഇതുപോലെ നികത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. എല്ലായിടത്തും ഇങ്ങനെ ഒരുപോലെ ആയിരിക്കുന്ന രീതിയിൽ ലെവലിലാക്കി കൊടുക്കണം. പിന്നെ ബാക്കി വെച്ചെങ്കിൽ സവാളയില്ലേ നമ്മൾ വറുത്ത് വെച്ചെങ്കിൽ അത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ അതിനകത്ത് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ചാലിച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇതൊന്നും ഇല്ലെങ്കിൽ ഇടേണ്ട ഒരു നിർബന്ധവും ഇല്ല, കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് കേട്ടോ അത്. ഇനി കുറച്ച് ഉപ്പ്, ചെറുതായിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ എല്ലാത്തിനും ഉപ്പ് ഇട്ടില്ല, അപ്പോൾ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കത് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ അതിനകത്താണെങ്കിൽ കുറച്ച് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, നമ്മളങ്ങനെ കണക്ക് വെക്കേണ്ടത്. അപ്പോൾ അതേ 1 കപ്പ് വെള്ളം, ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇറച്ചി വേവിക്കാൻ നേരത്ത്. പിന്നെ ഇപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറത്തേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് കൊടുക്കും. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല സിമ്പിളല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഒത്തിരി പണിയൊന്നും ഇല്ലാതെ നമുക്ക് ചിക്കൻ ബിരിയാണി 2 വിസിലും കൊണ്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.